കേരം തിങ്ങും നാടാണ് കേരളം. അഴീക്കോട്ടെയും പ്രമുഖ കൃഷി നാളികേര കൃഷി തന്നെ. 45 രൂപ വരെ കിലോയ്ക്കുണ്ടായിരുന്ന നാളികേരത്തിന് ഇപ്പോൾ 15 രൂപ 80 പൈസയാണ് വില. കർഷകരുടെ കണ്ണീർ കണ്ണൂരിനും അന്യമല്ല. സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്യുന്ന കർഷകർ ഈ നാട്ടിലും ഉണ്ടായേക്കാം. കള്ളുചെത്തൽ തൊഴിലാളികളുടെ ദുരന്ത കാഴ്ച വേറെയും. കള്ളിനപ്പുറം തെങ്ങിൽ നിന്നുള്ള കൂടുതൽ സാധ്യതകൾ തേടാനാകണം. നീരാ സംരംഭങ്ങൾ ഇവിടെയും കൊണ്ടുവരാനാകണം. തെങ്ങിൽ നിന്ന് ഫേസ് ക്രീം വരെ ഉൽപ്പാദിപ്പിച്ച പേരാമ്പ്ര മാതൃക നമ്മുടെ മുന്നിലുണ്ട്. മിഠായി, ജാം, സ്ക്വാഷ്, മറ്റ് പാനീയങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന വിപുലമായ കേന്ദ്രങ്ങൾ അഴീക്കോടുണ്ടാകണം. നാളികേരത്തിൽ നിന്ന് വെർജിൻ കോക്കനട്ട് ഓയിൽ നിർമ്മിക്കുന്ന കേന്ദ്രം ഒരുക്കും. കരിക്കുവെള്ളം വ്യാവസായികാടിസ്ഥാനത്തിൽ വിപണനം ചെയ്യുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും. പാനീയങ്ങളുടെയും കരിക്കിന്റെയും വിപണനത്തിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇളനീർ പന്തലുകൾ ആരംഭിക്കണം. കണ്ണൂർ വിമാനത്താവളം, പയ്യാമ്പലം, മാഹി തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കണ്ണൂരിന്റെ പാനീയങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിയണം. സ്വാദിഷ്ടവും ഔഷധ ഗുണവുമുള്ളതായ ഈ സമ്പത്തിനെ ചെറുപ്പക്കാർക്ക് ജോലി നൽകാനുള്ള സംരംഭങ്ങളായും നമുക്ക് വളർത്തേണ്ടതുണ്ട്. മണ്ടരി മൂലം തകർന്ന നമ്മുടെ തെങ്ങിൻ പറമ്പുകളെ തിരികെ പിടിക്കാൻ കൃഷിഭവനുകളും പഞ്ചായത്തുകളും പ്രത്യേക സംവിധാനമൊരുക്കണം. ഈ മണ്ണിൽ പൊന്നുവിളയിക്കുന്നവരാണ് കർഷകർ. അവരുടെ കണ്ണുനീർ ഇനിയും ഈ മണ്ണിൽ വീഴാൻ ഇടവരരുത്. കുട്ടിക്കാലത്ത് കളിക്കാനെടുക്കുന്ന വെളിച്ചിഴക മുതൽ കരിക്കും തേങ്ങയും പൊങ്ങും തൂക്കാനെടുക്കുന്ന ചൂല് വരെ മലയാളിക്ക് നൽകിയത് ഈ കൽപ്പവൃക്ഷമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്. കൽപ്പവൃക്ഷ കർഷകരുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ ഇനി വീഴരുത്. കേരളത്തിലാകെയും അഴീക്കോടും.